നമസ്കാരം. ഞാൻ സുകുമാരി. ഇന്ന് അവിട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ പൊതു സ്വഭാവമാണ് പറയുന്നത്. അവിട്ട നക്ഷത്രത്തിൽ ജനിക്കുന്ന മിക്കവരും പ്രശസ്തിയും അംഗീകാരവും നേടുകയും ഉയർന്ന പദവിയിലെത്തുകയും ചെയ്യും. കലാവാസന ഇവരുടെ പ്രത്യേകതയാണ്. അവിട്ട നാളുകാർക്ക് സംഗീത വാസന കൂടുതലായി ഉണ്ടാകും. അവർ സംഗീതം പഠിക്കുകയും അത് പ്രയോഗിച്ച് അംഗീകാരവും ധനവും നേടുകയും ചെയ്യും. ചിത്രകല, അഭിനയം, വാദ്യോപകരണങ്ങളുടെ ഉപയോഗം എന്നിവയിലും ഇവർ കഴിവ് നേടാറുണ്ട്. കുടുംബത്തിന് ധനാഭിവൃദ്ധി, മാതാപിതാക്കൾക്ക് നേട്ടങ്ങൾ തുടങ്ങിയവയും ഈ നാളിലുള്ള ജനനം സൂചിപ്പിക്കുന്നു. പ്രായോഗിക ബുദ്ധിയും കർമ്മകുശലതയും ഉത്സാഹവും അധ്വാന സന്നദ്ധതയും അവിട്ട നാളുകാർ പ്രകടിപ്പിക്കും. എല്ലാ വിഷയത്തെപ്പറ്റി ഇവർ അറിവ് നേടും. കാര്യങ്ങൾ അന്യരെ പറഞ്ഞു മനസ്സിലാക്കാൻ അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കും. അന്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഇവർ ചെയ്യുകയില്ല. സ്വജനങ്ങളോടും സ്വന്തം സമുദായത്തിൽപ്പെട്ടവരോടും ഒരു പ്രത്യേക താല്പര്യം ഇവർ പ്രകടിപ്പിക്കാറുണ്ട്. സ്വന്തം കഴിവുകളിൽ അഭിമാനിക്കും. അഭിമാനത്തിന് കുറവ് വരുത്തുന്ന ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല. അധ്വാനശീലവും ശാസ്ത്രീയ ബുദ്ധിയും കൂടുതലായി ഉണ്ടാകും. ശത്രുക്കളോട് ഇവർ ക്ഷമിക്കുകയില്ല. സന്ദർഭം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്ത് വൈരാഗ്യവും തീർക്കും. ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല. സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ തന്ത്രപൂർവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ലക്ഷ്യം നേടുന്നത് വരെ അതിൽ നിന്ന് പിന്മാറുകയില്ല. അതിനു വേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ മടിയില്ലാതെ സഹിക്കും. ആരോഗ്യ സംബന്ധമായ ചില തകരാറുകൾ ബാല്യകാലത്ത് അനുഭവപ്പെടുമെങ്കിലും 20 വയസ്സിന് ശേഷം ആരോഗ്യം മെച്ചപ്പെടും. പിന്നീട് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരികയില്ല. ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധക്കുറവ് കാണിക്കും. പക്ഷേ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഭ്രാന്തരാവുകയും ചെയ്യും. 20 വയസ്സിന് മുമ്പായി വിദ്യാഭ്യാസത്തിന് മാന്ദ്യമോ തടസ്സമോ ഉണ്ടാകാം. പക്ഷെ തുടർന്നും വിദ്യാഭ്യാസം ചെയ്യാം. 23 വയസ്സ് വരെ വിദ്യാഭ്യാസം തുടർന്ന് മെച്ചമായ ജോലിയും ഉണ്ടാകും. 30 വയസ്സിനോടടുത്തായിരിക്കും വിവാഹം. സന്താന ഗുണം, ബന്ധുഗുണം തുടങ്ങിയവ അനുഭവത്തിൽ വരും. 36 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള കാലത്ത് ഭൂസ്വത്ത് ലഭിക്കുക, പുതിയ വീടുണ്ടാവുക, വാഹനം വാങ്ങുക തുടങ്ങിയവയ്ക്ക് യോഗമുണ്ട്. പക്ഷെ 40 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് ഗൗരവമായ രോഗപീഠകൾ ഉണ്ടാകാവുന്നതാണ്. വാത സംബന്ധവും ഹൃദയ സംബന്ധവുമായ അസുഖങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. 55 വയസ്സിന് ശേഷം സാമ്പത്തിക സ്ഥിതി മാറ്റമില്ലാതെ തുടരും. മനസ്വസ്ഥത കുറഞ്ഞിരിക്കും. ആകുല ചിന്തകൾ കൂടും. 72 വയസ്സിന് ശേഷം ആരോഗ്യം കൂടുതൽ മോശമാകും. അപകടങ്ങൾ, മുറിവ് ചതവുകൾ തുടങ്ങിയവ സംഭവിക്കാൻ ഈ കാലത്ത് സൂചനയുണ്ട്. ധനമോഹം കൂടിയിരിക്കും. എപ്പോഴും ധനാഭിവൃദ്ധിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കും. മാനുഷിക ബന്ധങ്ങളെക്കാൾ പണത്തിന് മുൻഗണന കൊടുക്കുന്ന സ്വഭാവം അവിട്ട നാളുകാർക്കുണ്ട്. പൂർവിക സമ്പത്ത് സ്വന്തമാകും. സ്വന്തം പരിശ്രമം കൊണ്ട് അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ശത്രുക്കളെ അമിതമായി വിശ്വസിക്കുക മൂലം പലപ്പോഴും ധനനഷ്ടത്തിനിടയാകും. കുടുംബാംഗങ്ങളിൽ നിന്ന് പ്രയോജനം കുറവായിരിക്കും. വിവാഹത്തിന് കാലതാമസം വരും. അവിവിവാഹിതരായി ജീവിച്ചെന്ന് വരാം. ജീവിത പങ്കാളിയിൽ നിന്ന് ആശ്വാസവും സന്തോഷവും ലഭിക്കും. സ്വന്തം തീരുമാനങ്ങൾ പരിഷ്കരിക്കുന്ന കാര്യത്തിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ച് ഉപയോഗപ്പെടുത്തും. നന്ദി, നമസ്കാരം. സൗണ്ട് കുറച്ച് പറഞ്ഞേക്കുന്നേ.